ടി വി പ്രസാദ് ചേരുകയാണ്. ടി വി പ്രസാദ്, പത്മകുമാറിന്റെ മകന് ഇപ്പോൾ അറ്റകുറ്റപ്പണിക്ക് ചുമതല നൽകി മകൻ സ്വയം ഏറ്റെടുത്തു എന്നതാണ് പത്മകുമാറിന്റെ ഇതിൽ വാദമായി വരുന്നത്. അതുതന്നെയാണ് വിനീത, അതിലാണ് ഇപ്പോൾ ഒരു ദുരൂഹത ഉയർന്നിരിക്കുന്നതും. അതായത് ഇങ്ങനൊരു പണിയുമായി ബന്ധമുള്ള ആളല്ല ആ പത്മകുമാറിൻ്റെ മകൻ എന്നുള്ളതാണ് നമുക്ക് പ്രാദേശികമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. വിദേശത്തും മറ്റുമായി ജോലി നോക്കി നടക്കുന്ന ഒരാളാണ് ആ പത്മകുമാറിൻ്റെ മകൻ. പത്മകുമാർ അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി പത്മകുമാർ ഇരിക്കുന്ന ഘട്ടത്തിലാണ് 2019 ഏപ്രിലിൽ ഇങ്ങനൊരു തീരുമാനമുണ്ടാകുന്നതും യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണി ചെയ്യാനുള്ള പണി തൻ്റെ മകനെ തന്നെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുന്നത്. ഇതാണിപ്പോൾ വലിയ ഒരു ദുരൂഹമായ ഇടപാടായി മാറിയിരിക്കുന്നതും. നമ്മൾ ഇപ്പോൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം 2019 ജൂലൈയിലെ ദ്വാരപാലക വിഗ്രഹത്തിനോട് ചേർന്നുള്ള പാളി സ്വർണം പൊതിഞ്ഞുള്ള പാളി ചെമ്പായ വിവാദത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനിടയിലാണ് പുതിയ ഒരുപാട് വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. സമീപകാലത്ത് ഈ 2019 ചേർന്നും അതിന് മുമ്പും ശേഷവുമായി നടന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള രേഖകളും അതുപോലെ തന്നെ മഹസറുകളും ഉത്തരവുകളും ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിലൊരല്പം ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വിനീത. കാരണം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ പത്മകുമാറിൻ്റെ മകന് തന്നെ എങ്ങനെയാണ് അതിൻ്റെ അറ്റകുറ്റപ്പണിയുടെ ചുമതല കൊടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അറ്റകുറ്റപ്പണിയുടെ ചുമതല കൊടുക്കുമ്പോൾ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടെൻഡർ പോലെയുള്ള നടപടിയോ അതല്ലെങ്കിൽ ഇത്തരം അറ്റകുറ്റപ്പണികൾക്ക് ആളെ തിരഞ്ഞെടുക്കാനുള്ള മറ്റെന്തെങ്കിലും സംവിധാനമോ അതൊന്നും ഉണ്ടായതായോ തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡം എന്നൊന്നോ ഈ ഉത്തരവിൽ പറയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ മകനിലേക്ക് തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണിയുടെ ചുമതല നീങ്ങുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ യോഗദണ്ഡും അതുപോലെ തന്നെ രുദ്രാക്ഷമാലയും ഇതിൽ രണ്ടിലും സ്വർണം പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളാണ് അന്ന് നടന്നത് എന്നുള്ളതാണ് മഹസറിലൂടെയും ഉത്തരവിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം ഉറപ്പാണ് വിനീത, സമീപകാലത്ത് ശബരിമലയിൽ നടന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഇത്തരം ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ 2019 ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ചെമ്പ് പാളിയിൽ സ്വർണം പൊതിഞ്ഞ സംഭവത്തിൽ അത് പിന്നീട് ചെമ്പ് പാളിയായി മാറിയ സംഭവമാണ് അന്വേഷിക്കുന്നതെങ്കിൽ പോലും മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം നീണ്ടുപോയാൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത പോലെയുള്ള ഒരുപാട് സംഭവങ്ങളിലേക്ക് ഇത് വെളിച്ചം വീശും എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ചില സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി ചില അറ്റകുറ്റപ്പണികളുടെ പേര് പറഞ്ഞുകൊണ്ട് പലതും വഴിവിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നു മുതൽ തന്നെ അന്വേഷണം ഏറ്റെടുത്ത് തുടങ്ങുന്ന ഘട്ടത്തിൽ ഉറപ്പായും ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം വിനീത. നോക്കൂ ടി വി പ്രസാദ്, ഇന്നിപ്പോൾ കോടതിയുടേതായി വന്നിട്ടുള്ള നിരീക്ഷണം കണ്ടെത്തലുകൾ വലിയ തിരിമറി നടന്നു എന്ന് തന്നെ പറയുകയാണ്. കോടതിയിൽ ഉദ്യോഗസ്ഥരുടെ ഒരു ഗൂഢാലോചന, അതിലെ സംശയങ്ങൾ, ദുരൂഹത ഒക്കെ തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ദേവസ്വം വിജിലൻസിലെ കണ്ടെത്തലുകൾ അതും വളരെ പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, മന്ത്രി എന്നിവരിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കവുമില്ല അല്ലേ? കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി പറഞ്ഞ ദേവസ്വം കമ്മീഷണറുടെ ഉൾപ്പെടെ ഇടപെടലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഇന്നത്തെ ഉത്തരവും വന്നിരിക്കുന്നത്. ഉറപ്പായും ഈ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം, അതൊരുപക്ഷെ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അതിലുണ്ടാകാൻ സാധ്യതയില്ല വിനീത. കാരണം അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന ബോധ്യം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉന്നതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്ന സമയത്തും ഒരു നിയന്ത്രണവും അതിൽ വെച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ദേവസ്വം വിജിലൻസിനെ അറസ്റ്റ് ചെയ്യാനോ മറ്റ് നടപടികളിലേക്കോ കടക്കാനുള്ള അധികാരമില്ലെങ്കിൽ പോലും ദേവസ്വം വിജിലൻസ് ഇതിലെന്താണ് സംഭവിച്ചത് എന്ന കാര്യം A-Z മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 6 ആഴ്ചക്കകം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പറയുന്ന അന്വേഷണം പൂർത്തിയാക്കാനുള്ള
സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് കഴിയും എന്ന ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. കാരണം 2019 ജൂലൈ 19-നും 20-നും ആയി 12-14 പാളികൾ അവിടെ നിന്ന് നീക്കിയെന്നാണ് മഹസറിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും ഇനിയിപ്പോൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്.